കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് ഇത്. വേറെ ഒന്നുമില്ല, ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് ജീരകശാല റൈസിലും വെക്കാം, സാധാരണ നമ്മുടെ നോർമൽ റൈസ് ഉണ്ടല്ലോ അതിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഇതും ഇഷ്ടപ്പെടും. അപ്പോൾ ദേ സവാളയും തക്കാളിയും മുട്ടയും മാത്രം മതി കേട്ടോ. ഇത് മൂന്നും വെച്ചാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇനി വേഗം തന്നെ ഒരു പാനിലോട്ട് ഒരിത്തിരി സൺഫ്ലവർ ഓയിലും ഒരിത്തിരി നെയ്യും കൂടി ഇട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം പകുതി സവാള ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കണം. ഒരു സവാള വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഞാൻ വലുതായത് കാരണമാണ് പകുതി എടുത്തത്. ഈ സവാള ഉണ്ടല്ലോ നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. ഇങ്ങനെ പച്ച കടിക്കരുത്. പച്ച കടിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അറിയാമല്ലോ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും എങ്കിൽ ഒത്തിരി മുരിഞ്ഞു പോകാനും പാടില്ല. അതിന് ശേഷം ഒരിത്തിരി ചിക്കൻ മസാല, അതായത് ഒരാൾക്കുള്ള ലഞ്ച് ബോക്സ് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ചിക്കൻ മസാലയും അത് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു പകുതി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി സവാള ഉണ്ടല്ലോ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു കഴിഞ്ഞിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കണം. ഇനി ഈ മുട്ട നല്ല രീതിയിലൊന്ന് ചിക്കി അങ്ങോട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയോ സോയാ സോസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അത് ഓരോ കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാകും. അങ്ങനെ അതേ മുട്ടയൊക്കെ ചിക്കി പൊരിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കണം ജീരകശാല റൈസ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നോർമൽ റൈസിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നോർമൽ റൈസിലായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഒരു ജീരകശാല റൈസിലോ ബസ്മതി റൈസിലോ എന്ത് വേണമെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടാനാണെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇത്രയുള്ളേ.